ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. നമ്മളുടെ അക്കോമഡേഷനൊക്കെ ചേഞ്ച് ചെയ്തു, ജോബൊക്കെ മാറി. ജോബ് സാവിയുടെ ജോബ് സെയിമാണ്. എനിക്ക് പുതിയ ജോബൊക്കെ കിട്ടി. നമ്മളിങ്ങോട്ട് അബുദാബിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഓഫ് ഡേ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അൽവഹദ മോളിൽ പോയത്. നമുക്ക് കുറേ തവണ പോയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഭയങ്കര കൺഫ്യൂസിങ് ആവുന്നൊരു മോളാണ് കേട്ടോ. ഭയങ്കര വലിയ മോളാണ്. അവിടുന്ന് ഒരു ഡയറക്ഷൻ അടുത്ത ഡയറക്ഷനിലേക്ക് പോകാൻ വളരെ പാടാണ്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഹേസുബി കുറച്ച് മറ്റേ ടോയ്സ് ഗെയിമൊക്കെ ഒന്ന് കളിച്ച് ഫ്ലോപ്പായി. ഞങ്ങൾ യൂഷ്വലി അത് ട്രൈ ചെയ്യാറില്ല. അവൾക്ക് ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ട്രൈ ചെയ്തതാണ്. ഒരു ബേബി ഷോപ്പിൻ്റെ അവിടേക്ക് പോയിട്ട് കുറേ അവൾക്ക് ബോളുകൾ ഭയങ്കര ക്രേസാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റാഫ് കുറച്ച് ബലൂൺസിൻ്റെ ബണ്ടിലൊക്കെ കൊടുത്തു. അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊക്കോമെലൺ സെക്ഷൻ്റെ അവിടെയൊക്കെ കൂടുതലും ആൾ എക്സ്പ്ലോർ ചെയ്തു. കൂടുതലും നമ്മൾ അവളുടെ ആ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തിറങ്ങുന്നത്. അവൾക്ക് ഇങ്ങനെ നമ്മൾ റൂമിൽ തന്നെ ആയിരിക്കുമ്പോൾ ഒരു വിഷമമല്ലേ എന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കസിൻസിനെയൊക്കെ മീറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ സമയം പോയി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മദീന സായിദ് മോളിൽ പോയി. നമുക്ക് നല്ല ഇഷ്ടമുള്ള മോളിലൊന്നാണ് കേട്ടോ. എനിക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് മദീന സായിദ്. ഇസുബിക്ക് വർക്കിംഗ് ടോയ്സ് ഒന്നും ഉണ്ടായില്ല. ഡോൾസും അതേപോലെ ബോൾസും ആയിരുന്നു അവളുടെ ഫേവറേറ്റ്സ്. ബിക്കോസ് അവള് ഈ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിശ്ചലമാക്കി കൈ പിടിക്കുന്ന ഒരു ഹോബി ഉള്ളതുകൊണ്ട് അങ്ങനെ വർക്കിംഗ് സാധനങ്ങളും മേടിച്ചു കൊടുക്കാറില്ല. കുഞ്ഞ് പാർട്സൊക്കെ എടുത്ത് വായിലിടും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ആള് എല്ലാതിൻ്റെയും ഡെമോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡക്കിൻ്റെ തന്നെ വർക്കിംഗ് മെക്കാനിസത്തിൽ നിന്ന് അതിൻ്റെ മുട്ട മാത്രമേ അവൾക്ക് ഇഷ്ടമായുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു കാറാണ് കേട്ടോ വാങ്ങിച്ചത്. ഏജു ആ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ കസിൻസിൻ്റെ കൂടെയുള്ള കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പൊതുവേ ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കാണുന്നത് അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹേസുവിന്. ഷോപ്പിംഗ് കാർട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അതിനധികം ആയുസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മളത് വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് നമ്മളൊരു ടീഷർട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയി. ജസ്റ്റ് നോക്കി, പക്ഷേ വാങ്ങിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഫേസ്ബുക്ക് നമ്മളൊരു ക്യാപ്പൊക്കെ വാങ്ങിച്ചു. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.